വെൽക്കം ടു എജുവാലി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വെബ് പേജിനകത്ത് എങ്ങനെ ലിങ്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ അതിന് സഹായിക്കുന്ന ടാഗ് ആണ് ആങ്കർ ടാഗ്. നമ്മളൊക്കെ എല്ലാം പരിചയമായിട്ടുള്ള ടാഗ് തന്നെയാണ് നമ്മൾ പഠിക്കാൻ ഇന്ന് പോകുന്നത്. സോ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ഉള്ള ഭാഗമാണ്. വൺ വേർഡ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ HTML എന്ന് പറയുന്ന ഒരു ടോപ്പിക് സിലബസിനകത്ത് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആങ്കർ ടാഗിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആങ്കർ ടാഗ് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ HTML-നകത്ത് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ആഡ് ചെയ്യുമെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് നമ്മളുടെ വെബ് പേജിനകത്ത് ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക്ഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ടാഗ് ഉപയോഗിക്കുക. എന്നാണ് ആ ടാഗ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ പേര് പക്ഷേ പലർക്കും അറിയുണ്ടാവില്ല. ആ പേര് കൃത്യമായിട്ട് അറിയണം. ആങ്കർ എന്നുള്ളതാണ് പേര്. ഓക്കെ, അതെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് കാപ്പബിലിറ്റി പ്രൊവൈഡ് ചെയ്യലാണ്. അതായത് നമ്മളുടെ വെബ് പേജിനെ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നിലധികമോ വെബ് പേജിലേക്കോ അല്ലെങ്കിൽ ഇമേജുകളോ അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പരസ്പരം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയുന്ന ടാഗ്. ഇനി സോഴ്സും ഡെസ്റ്റിനേഷനും ഒക്കെ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അതായത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം, ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ അത്തരത്തില് നമുക്ക് വെബ് പേജുകളെ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ടാഗാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐദർ ടെക്സ്റ്റിന് അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇമേജിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിനോ ഇമേജിനോ ആണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റുക. ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. ഇതിനൊരൊറ്റ ആട്രിബ്യൂട്ടേ ഉള്ളൂ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ആട്രിബ്യൂട്ടിന്റെ പേരാണ് href. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, HREF എന്നാണ് എഴുതുക. ദാറ്റ് മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഇവിടെ നിന്നുള്ള ഒരു ചോദ്യമാണ്, ആങ്കർ ടാഗിന്റെ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള href എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ള ചോദ്യങ്ങളുണ്ട്. സോ അതിന്റെ ആൻസർ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. Okay, then next ആണ് it specify the location or another resources or a file name. അതായത് സോഴ്സ് ആണ്. നമ്മളുടെ ഇമേജ് ടാഗിന്റെ SRC നമ്മൾ പഠിച്ചു അല്ലെ, സോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ്. സോ ഇമേജ് ടാഗിന്റെ SRC ആട്രിബ്യൂട്ട് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ആങ്കർ ടാഗിന്റെ href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ href എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ആണ്. ഇറ്റ് സ്പെസിഫൈസ് ദ ലൊക്കേഷൻ ഓഫ് അനദർ റിസോഴ്സ്. നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന അതിന്റെ ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഫയൽ നെയിം ആവാം. ഓക്കെ, അപ്പൊ ആ ഒരു ലൊക്കേഷൻ ആണ്, സോഴ്സ് ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഫറൻസ്ഡ് കണ്ടന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആങ്കർ ടാഗിന്റെ സിന്റാക്സ് അറിഞ്ഞിരിക്കണം. എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ ആങ്കർ ടാഗിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എയുടെ ഒപ്പം തന്നെ നമ്മൾ ഇമേജ് ടാഗിന്റെ കൂടെ SRC എപ്പോഴും വരുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അതേപോലെ തന്നെ ആങ്കർ ടാഗിന്റെ എയുടെ കൂടെ എപ്പോഴും href കൂടെ ഉണ്ടാവും. അപ്പോ നമ്മളിങ്ങനെ ആംഗിൾ ടാഗ് മീൻസ് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എന്ന് എഴുതി href എന്ന് എഴുതി ഈക്വൽ ടു ഇട്ടു. ദെൻ ഡബിൾ കോട്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കണ്ടന്റിന്റെ പാത്ത്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഈ ഒരു ഡബിൾ കോട്സിനകത്താണ് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ റൈറ്റ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും? റൈറ്റ് ഓപ്പറേറ്റർ ഇടും. അതായത് ഇത് ഓപ്പൺ ടാഗ് ആണ്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്താണ്, ടെക്സ്റ്റ് ആണോ എഴുതേണ്ടത് അതോ ഇമേജ് ആണോ എഴുതേണ്ടത്, ഇമേജ് ആണോ വെക്കേണ്ടത്, അത് ഇവിടെ കൊടുത്തതിന് ശേഷം ടാഗ് ക്ലോസ് ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അത് ഇമേജ് ആഡ് ചെയ്യുന്ന രീതിയാണ് താഴെ പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ആങ്കർ ടാഗ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യണം. ആ ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇമേജിലേക്കാണെന്നുണ്ടെങ്കിൽ ഇമേജ് ടാഗ് അവിടെ കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് അവസാനം ആങ്കർ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ടാവില്ല മിക്കവാറും. സിന്റാക്സ് ജസ്റ്റ് എഴുതി വെക്കുക. നമുക്ക് പ്രാക്ടിക്കൽ ഡെമോ ക്ലാസ്സിനകത്ത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പായിട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ടെക്സ്റ്റ് ഹൈപ്പർ ലിങ്ക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു വെബ് പേജിനെ സംബന്ധിച്ച ഹൈപ്പർ ലിങ്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത്, വേർഡിന്റെ കാര്യമല്ല.
ഓക്കെ, അപ്പൊ ഹൈപ്പർ ലിങ്ക് കണ്ടന്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് അത് ബ്ലൂ കളർ ആണോ അതിനൊരു അണ്ടർലൈൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഹൈപ്പർ ലിങ്ക്ഡ് കണ്ടന്റിന് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റഡ് കണ്ടന്റിന്റെ കളർ എന്തായിരിക്കും? ഡീഫോൾട്ട് ആയിട്ട് ബ്ലൂ കളർ ആയിരിക്കും. മാത്രമല്ല അതിനൊരു അണ്ടർലൈനും ഉണ്ടായിരിക്കും. ബ്ലൂ കളർ ആയിരിക്കും, അതിനൊരു അണ്ടർലൈനും ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ആ മൗസ് ഹോവർ ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റിന് അടുത്തേക്ക്, അല്ലെങ്കിൽ ഇതിപ്പോ മൗസ് ഹോവർ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ മൗസ് അതിനടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ആ ഒരു കണ്ടന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മൗസ് പോയിന്റർ എന്തായിട്ട് മാറും? ഒരു ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ അല്ലെങ്കിൽ ഹാൻഡ് സിമ്പൽ ആയിട്ട് മാറും. സോ മൗസ് അതിനകത്തേക്ക് ഹോവർ ചെയ്യുന്ന സമയത്ത് എന്താണ്? മൗസ് പോയിന്റർ ഒരു ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ അല്ലെങ്കിൽ ഹാൻഡ് സിമ്പൽ എന്നുള്ളത് ഓർക്കാം. കോമൺലി ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ ആയിട്ടാണ് മാറുക. മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓപ്ഷൻ ആയിട്ട് ഹാൻഡ് സിമ്പൽ എന്നേ കാണിക്കാറുള്ളൂ. അപ്പോ ഹൈപ്പർ ലിങ്ക്ഡ് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് കണ്ടന്റുകളുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന് ബ്ലൂ ഫോണ്ട് കളർ ആയിരിക്കും. ഫോണ്ട് കളർ വന്നിട്ട് ബ്ലൂ ആയിരിക്കും. ആൻഡ് അതിനൊരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും. മാത്രമല്ല ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ അല്ലെങ്കിൽ ഹാൻഡ് സിമ്പൽ ഉണ്ടായിരിക്കും. എപ്പോ? ആ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് കണ്ടന്റിനെ നമ്മൾ മൗസ് ഉപയോഗിച്ച് അതിനകത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് എന്താവും? മൗസ് പോയിന്റർ എന്താവും? ഒരു ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ അല്ലെങ്കിൽ ഹാൻഡ് സിമ്പൽ ആയിട്ട് മാറും. അപ്പൊ ഇത്രയാണ് ഹൈപ്പർ ലിങ്ക്ഡ് കണ്ടന്റിനെ കുറിച്ച് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള തിയറി പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം. ഓക്കെ, അപ്പോ പ്രാക്ടിക്കൽ സൈഡ് നോക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു HTML കോഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നോക്കിയേ, ആദ്യം HTML എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ ഓപ്പൺ ആക്കി. അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് HTML ഡോക്യുമെന്റ് ആണെന്ന് ഡിഫൈൻ ചെയ്യുവാണ്. എന്നിട്ട് ഹെഡ് ടാഗ് കൊടുത്തു. ഹെഡ് ടാഗിന് അണ്ടറിലാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് എഴുതുന്നത്. എന്നിട്ട് ടൈറ്റിലിനകത്ത് നമ്മൾ എജുവാലി എന്ന് എഴുതി കൊടുത്തു. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഹെഡ് ടാഗും ക്ലോസ് ചെയ്തു. ശേഷം എന്ന് പറഞ്ഞു? ബോഡി. നമ്മൾ കണ്ടന്റ്, വെബ് പേജിന്റെ എലമെന്റ്സ്, കണ്ടന്റുകളൊക്കെ എഴുതുന്നത് ബോഡി ടാഗിന്റെ അണ്ടറിലാണ്. സോ ബോഡി ടാഗിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പറയുന്ന ആട്രിബ്യൂട്ട് ആണ് BG കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് വേണോന്ന് പറഞ്ഞു? ലാവെൻഡർ കളർ വേണോന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മളുടെ HTML ഡോക്യുമെന്റിന്റെ, HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിന്റെ ഡീഫോൾട്ട് ഓവറോൾ അലൈൻമെന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. എനിക്ക് ലെഫ്റ്റ് വേണ്ട, മാറ്റിയിട്ട് എന്താക്കണം? സെന്റർ ആക്കണോന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. നോക്കിയേ, കണ്ടോ? അതായത് ടൈറ്റിൽ ടാഗിനകത്ത് എജുവാലി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ലാവെൻഡർ കളർ കൊടുത്തിട്ടുണ്ട്. സെന്റർ അലൈൻമെന്റ് ആണ്. അതിന് നെക്സ്റ്റ് ടാഗ് നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ടാഗുകൾ എഴുതുകയാണ്. അപ്പോ ആദ്യം എന്താ പറഞ്ഞേക്കണേ? നോക്കിയേ, ഹെഡർ ടാഗ് എഴുതിയിട്ടുണ്ട്. ഹെഡർ ടാഗ് H2 ടാഗ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഫോണ്ട് കളർ ബ്ലൂ ആയിരിക്കണോന്ന് പറഞ്ഞു. സൈസ് 90 ആയിരിക്കണം. അതായത് 90 പിക്സൽ എന്നാണ് മീൻ ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് PSC എജുവാലി എന്ന് എഴുതിയിട്ടുണ്ടാവണം. ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്യണം. H2 ടാഗ് ക്ലോസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? സോ അത് സേവ് ചെയ്തു. ഒന്ന് നമ്മൾ റൺ ചെയ്യുന്നു. കണ്ടോ, നമ്മൾ നേരത്തെ സെന്റർ അലൈൻ ആക്കിയതുകൊണ്ടാണ് ഈ PSC എജുവാലി എന്നുള്ളത് സെന്ററിൽ വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരുമായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ വരുമായിരുന്നു. ക്ലിയർ? ഇനി നമ്മൾ നമ്മുടെ ആങ്കർ ടാഗിന്റെ കാര്യങ്ങളിലേക്ക് വരുവാണ്. സോ ആങ്കർ ടാഗിന്റെ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താ എഴുതിയേക്കണേ? ആങ്കർ ടാഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. href എഴുതിയിട്ടുണ്ട്. ഇത് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഴുതി കാണിക്കേണ്ടതായിട്ട്, സ്ക്രീനിൽ കാണിക്കേണ്ട ഔട്ട്പുട്ട് ആയിട്ട് ഞാൻ പറഞ്ഞേക്കുവാണ്. ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ അവർ യൂട്യൂബ് ചാനൽ എന്ന് കൊടുത്തു. ആങ്കർ ടാഗ് ക്ലോസ് ചെയ്തു. 2 ബ്രേക്ക് ലൈൻ ഇട്ടു. അവിടെ വേറെയും കണ്ടന്റുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ലൈൻ കൊടുത്തത് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് സേവ് ചെയ്തു. ഞാൻ നമ്മളുടെ ഔട്ട്പുട്ട് നോക്കുന്ന ബ്രൗസറിൽ വന്നു. ദെൻ കണ്ടോ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലൂ കളർ. ഇത് ഓൾറെഡി ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതുകൊണ്ടാണ് ഇതിന്റെ കളർ മാറിയേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ തന്നെയാണ് വരിക കേട്ടോ. സോ ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ അവർ യൂട്യൂബ് ചാനൽ എന്ന് വന്നു. അതിന് അണ്ടർലൈൻ ഉണ്ട്. അതിനകത്തേക്ക് മൗസ് അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് മൗസ് ഇവിടെ നോക്കിയാൽ ഇവിടെ ആരോ പോയിന്റർ ആണ് ഇപ്പൊ കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി?
ഇൻഡെക്സിങ്, ഇതാണ് ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ എന്ന് പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്ന കൈ. ഓക്കെ, അപ്പം അങ്ങനെ ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ ആയിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ യൂട്യൂബ് ചാനൽ ലോഡ് ആവും. ക്ലിയർ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വെബ് പേജിൽ മറ്റ് വെബ് പേജുകൾ എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്യാം. എന്തായാലും വന്ന സ്ഥിതിക്ക് പറയട്ടെ, നമ്മളിവിടെ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അതുപോലെ തന്നെ KWA LD ടൈപ്പിസ്റ്റ് പ്രത്യേകം പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളും ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പ്ലേലിസ്റ്റ് നോക്കി പോകേണ്ടവർക്ക് ഈ 2 പ്ലേലിസ്റ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫൈൻ. ദെൻ ബാക്ക് ടു നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അടുത്തത് നമ്മൾ കൊടുക്കുകയാണ്. അടുത്തത് എന്താണ്? AHREF, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാൻ പോകുന്നത് ഇമേജ് ആയിട്ടാണ്. സോ ഇമേജ് നമ്മളുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമേജിന്റെ ക്ലാസ് ഇപ്പൊ ഇതിന്റെ പുറകെ വരും, ആ ക്ലാസ് പോയി കാണാം. ഓക്കെ, അപ്പൊ ഇമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യാണ്? റൺ ചെയ്യിക്കുകയാണ്. ദെൻ നമ്മൾ ലോഡ് ചെയ്യുന്നു. കണ്ടോ, നമ്മുടെ എഡ്ജ് വാല്യൂയുടെ ലോഗോ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഈ ലോഗോയിൽ വരുന്ന സമയത്ത്, ഈ ഒരു ഇമേജിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഇമേജിന്റെ അടുത്തെത്തുന്ന സമയത്ത് എന്താണ്? അപ്പോഴും ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പൽ ആവുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മളുടെ മൗസ് പോയിന്റർ എന്തായിട്ട് മാറാണ്? ഹാൻഡ് സിമ്പിൾ ആയിട്ട് മാറാണ്. ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പിൾ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം അവിടെ എന്താണ്? ഒരു ഹൈപ്പർ ലിങ്ക്ഡ് കണ്ടന്റ് ഉണ്ട്. സോ നമ്മൾ ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ലോഡ് ആവും. ക്ലിയർ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഫൈൻ. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.